മോർണിംഗ് ആൾ. എൻ്റെ പേര് അനൂപ്. നമ്മളിന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് പഠിക്കാനുള്ള ഐ എന്ന അവയവത്തെക്കുറിച്ചാണ്. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ചിത്രം കാണാം. ഐയുടെ ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഐ സ്ട്രക്ചറാണ്. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഐ എന്ന് പറയുന്നത്. എല്ലാ തവണയും എക്സാമിന് ഐയുടെ ഡയഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഐ സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ഐ, നമ്മൾ ഐയുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഐയുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തെ കുറിച്ചും ഐയിൽ എങ്ങനെയാണ് ലൈറ്റ് റെഗുലേഷൻ നടക്കുന്നത് എന്നിങ്ങനെയുള്ള 3 ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐയുടെ പ്രൊട്ടക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഐ പ്രൊട്ടക്ഷൻ. Okay, you all know that eye is the important sense organ. You know that there are 5 sense organ: eye, nose, ear, skin and tongue. ഈ 5 സെൻസ് ഓർഗനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻ ആണ് ഐ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ലുക്ക് അബൌട്ട് ദ ഐ പ്രൊട്ടക്ഷൻ. എങ്ങനെയാണ് ഐ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? നമ്മളെപ്പോഴും ഐയുടെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബയോളജിയിൽ ഏത് കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ഈ സ്ട്രക്ചറിനെ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഐയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ പഠിക്കാറുണ്ട്. ഈവൻ കോക്കനട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ പഠിക്കാറുണ്ട്. സോ നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏതുമായിട്ടാണോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുമായി റിലേറ്റ് ചെയ്തിട്ട് വേണം ഓരോ ടേംസും ഓർക്കാനായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. നിങ്ങളെല്ലാവരും സ്കെലിറ്റൺ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, തലയോട് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികൂടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അസ്ഥികൂടത്തിലെ ഹെഡ്, സ്കൾ എന്ന് പറയുന്ന തലയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഐ എപ്പോഴും കാണുന്നത് 2 കുഴികൾക്കുള്ളിലാണ്. ഓക്കെ, സോ ഐ ഈസ് യൂസ്വലി പ്രസന്റ്. ഐ എന്നല്ല നമ്മൾ പറയാം, ഐബോൾ എന്നാണ് പറയാ. ഐബോൾ കാണുന്നത് കണ്ണിലുള്ള 2 കുഴികളിലാണ്. സോ ഐയുടെ പ്രൊട്ടക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയുന്നത് ഈ തലയോട്ടിൽ കാണുന്ന അല്ലെങ്കിൽ സ്കള്ളിൽ കാണുന്ന 2 കുഴികളെയാണ്. ആ കുഴികളെ നമ്മൾ വിളിക്കുന്ന പേര് ഐ സോക്കറ്റ് എന്നാണ്. ഐ സോക്കറ്റ്. സോ നമ്മുടെ ഐബോൾ കാണപ്പെടുന്നത് തലയോട്ടിയിലുള്ള 2 കുഴികളിലാണ്, 2 ഡിപ്രഷനിലാണ്. ആ ഡിപ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ സോക്കറ്റ്സ്. 2 ഐ സോക്കറ്റ്സ് ഉണ്ട്. ഈ 2 ഐ സോക്കറ്റ്സിന്റെ ഉള്ളിലാണ് നമ്മുടെ ഐബോള് ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഐ സോക്കറ്റ്സിന്റെ മലയാളത്തിലെ നേത്രകോടരം എന്നാണ് വിളിക്കുക. സോ തലയോട്ടിയിൽ കാണുന്ന 2 കുഴികളാണ് നേത്രകോടരം. ആ നേത്രകോടരത്തിലാണ് ഐബോള് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദ സ്കൾ there have 2 depression. Those depressions are called eye sockets. Within this or within the eye socket, eyeball is embedded. Eyeball ഈ 2 കുഴികളിലാണ് കാണുന്നത്. സോ ഐയുടെ പ്രൊട്ടക്ഷനിലെ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഐ സോക്കറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ഐ സോക്കറ്റിൽ വെറുതെ ഇങ്ങനെ ഐബോൾ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഹെൽഡ് ചെയ്ത് നിൽക്കില്ല. സോ അതിനവിടെ പിടിച്ചു നിർത്താനായിട്ട് there have some sort of muscles. സോ അതാണ് ഐയുടെ രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ. വി കോൾ ദം ആസ് external eye muscles. ഓക്കെ, സോ ഐ സോക്കറ്റ്സിൽ ഐബോളിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് മസിൽസ് ഉണ്ട്. അത്തരത്തിലുള്ള മസിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഐ മസിൽ, ബാഹ്യ പേശികൾ എന്ന് മലയാളത്തിൽ പറയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ 2 കുഴികളുണ്ട് തലയോട്ടിയിൽ അല്ലെങ്കിൽ സ്കല്ലില്. ആ ഡിപ്രഷനെ വിളിക്കുന്ന പേരാണ് ഐ സോക്കറ്റ്സ് അല്ലെങ്കിൽ നേത്രകോടരം. ഈ നേത്രകോടരം എന്ന് പറയുന്ന 2 കുഴികൾക്കുള്ളില് ഐബോൾ അല്ലെങ്കിൽ കണ്ണിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന മസിൽസിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഐ മസിൽസ്. ഓക്കെ, എക്സ്റ്റേണൽ ഐ മസിൽസ് ആണ് ഐ സോക്കറ്റിൽ നമ്മുടെ ഐബോളിനെ ഹെൽഡ് ചെയ്ത് വെക്കുന്നത്. സോ എക്സ്റ്റേണൽ ഐ മസിൽസ് ആർ ദ മസിൽസ് വിച്ച് ഹോൾഡ് ദ ഐബോൾ ഇൻ ദ റെസ്പെക്റ്റീവ് പൊസിഷൻ. ഓക്കെ, റെസ്പെക്റ്റീവ് പൊസിഷൻ. ആ റെസ്പെക്റ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് ഐ സോക്കറ്റ്സ് ആണ്. ആ റെസ്പെക്റ്റീവ് പൊസിഷനിൽ ഐബോളിനെ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ എക്സ്റ്റേണൽ ഐ മസിലാണ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പ്രൊട്ടക്ഷൻ. ക്ലിയർ? Then third one, നമുക്ക് അറിയാവുന്ന
കുറച്ച് കമ്പോണൻസ് ആണ്. നമ്മൾ എല്ലാത്തിനും കൂടി ചേർത്ത് നമ്മൾ ഒറ്റ ടേമായിട്ട് എഴുതാണ്. ഐബ്രോ, eyelashes, and eyelids. ഇതാണ് മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐബ്രോ, പുരികങ്ങളുണ്ട്, ഐലാഷസ്, കൺപീലികളുണ്ട്, ഐലിഡ്സ്, കൺപോളകളുണ്ട്. ഈ മൂന്ന് കമ്പോണൻസും ഐനെ പ്രൊട്ടക്ട് ചെയ്യാണ്. നമുക്കറിയാം ഐബ്രോ, പുരികം എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നും കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഐലാഷസ് സെയിം ഫംഗ്ഷൻ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ണിലേക്ക് കയറുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് ഐലാഷസ് ആണ്. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് ഐലിഡ്സ്, കൺപോളകൾ. പ്രൊട്ടക്ഷൻ ആണ്, പൊടിപടലങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ്. സഡൻ ആയിട്ട് നമ്മുടെ കണ്ണിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത് ഐലിഡ്സ് ഉപയോഗിച്ചിട്ടാണ്. So all the three components are exclusively meant for eye protection from dust particles and various other sources. So there are eyebrows, eyelashes, and eyelids. So this is the third types of protection in the eye. Then fourth one എന്ന് പറയുന്നത് we called as conjunctiva. മലയാളത്തിലും അതിനെ കൺജങ്ടൈവ എന്ന് തന്നെയാണ് പറയാം. ഇറ്റ് മീൻസ് കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറിൽ നിന്ന്, കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി, കണ്ണിന് 3 പാളികളുണ്ട്, നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും പുറമേയുള്ള പാളിയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഉപപാളിയാണ് കൺജങ്ടൈവ എന്ന് പറയുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയിൽ നിന്നും രൂപപ്പെടുന്ന ഒരു ഉപപാളിയാണ് കൺജങ്ടൈവ. ഈ കൺജങ്ടൈവ ഐക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൺജങ്ടൈവ പ്രൊഡ്യൂസ് എ സെക്രീഷൻ കാൾഡ് മ്യൂക്കസ്. കൺജങ്ടൈവയിൽ നിന്നും ഒരു സെക്രീഷൻ, ഒരു സ്രവം പുറത്തേക്ക് വരുന്നുണ്ട്. ആ സ്രവത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം എന്ന് വിളിക്കും. സോ കൺജങ്ടൈവ മ്യൂക്കസ് അഥവാ ശ്ലേഷ്മത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് കണ്ണിന്റെ മുൻവശം എപ്പോഴും നനവുള്ളതായിരിക്കും. കണ്ണിന്റെ മുൻവശം എപ്പോഴും ഒരു മോയിസ്റ്റ് കണ്ടീഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മോയിസ്റ്റ് അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മ്യൂക്കസ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ മുൻവശം ഒരിക്കലും ഡ്രൈ ആയി പോവില്ല. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഡൺ ബൈ conjunctiva. So conjunctiva means it is a sublayer formed from the outermost layer of the eye. It produces a secretion called a mucus, and that make the front part of the eye always moist. കണ്ണിന്റെ മുൻവശം എപ്പോഴും നനവുള്ളായിട്ട് നിലനിർത്തുന്നത് ഈ കൺജങ്ടൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് അഥവാ ശ്ലേഷ്മമാണ്. അതുകൊണ്ട് കണ്ണിന്റെ മുൻവശം എപ്പോഴും നനവുള്ളതായിരിക്കും, ഒരിക്കലും ഡ്രൈ ആയി പോകില്ല. So this is the fourth protection. Then fifth one more protection. ഒരു പ്രൊട്ടക്ഷനും കൂടിയുണ്ട്. That is called tears. കണ്ണുനീർ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ കൺപോള, ഐലിഡ്സിന്റെ ഉള്ളിലായിട്ട് ടിയർ ഗ്ലാൻഡ്സ് ഉണ്ട്, കണ്ണുനീർ ഗ്രന്ഥികളുണ്ട്. ആ ടിയർ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ആണ് ടിയർ അഥവാ കണ്ണുനീർ എന്ന് പറയുന്നത്. കണ്ണുനീർ എപ്പോഴും കണ്ണിന്റെ മുൻവശം മോയിസ്റ്റ് ആക്കി നിലനിർത്തും. അതാണ് ഒരു ഫംഗ്ഷൻ. ഇറ്റ് ഓൾവേസ് മേക്ക് ദ anterior part of the eye moist. അത് മാത്രമല്ല, ടിയർ, ഈ കണ്ണുനീരിൽ ഒരു രാസവസ്തു ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ലൈസോസൈം. കണ്ണുനീരിലുള്ള ഒരു രാസവസ്തുവാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഈ ലൈസോസൈം ഒരു എൻസൈമാണ്. ഈ ലൈസോസൈം എന്താണ് ചെയ്യുക? മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ് ട്രൈ ടു ഡിഫെൻഡ് ദോസ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് ലൈസോസൈമിന് സാധിക്കും. സോ കണ്ണുനീരില് ലൈസോസൈം ഉണ്ട്. ലൈസോസൈം ഉള്ളതുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിന്, സൂക്ഷ്മജീവികൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, കണ്ണിന്റെ മുൻവശം എപ്പോഴും മോയിസ്റ്റ് ഉള്ളതാക്കി നിലനിർത്തും. കണ്ണിന്റെ മുൻവശം എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കും, നനവുള്ളതാക്കി വെക്കും, എപ്പോഴും ഡ്രൈ ആവാതെ പ്രിവെന്റ് ചെയ്യുന്നു. സോ these are the 5 protective mechanisms or 5 protective systems in the eye. First one, eye sockets ആണ്. ഐ സോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കള്ളിൽ കാണുന്ന ചെറിയ കുഴികളാണ്, ഡിപ്രഷൻസ് ആണ്. അത്തരം കുഴികളെ വിളിക്കുന്ന പേരാണ് ഐ സോക്കറ്റ്സ് അഥവാ നേത്രകോടരം. ഇത്തരം കുഴികളിലാണ് ഐ ബോൾസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഐ ബോൾസിനെ അവിടെ ഉറപ്പിച്ചു നിർത്താനായിട്ട് മസിൽസ് ഉണ്ട്. ദേ ആർ കോൾഡ് ആസ് എക്സ്റ്റേണൽ ഐ മസിൽസ്. നമ്മൾ അതിനെ ബാഹ്യപേശികൾ എന്ന് മലയാളത്തിൽ വിളിക്കും. അതുകൂടാതെ കണ്ണിന് മൂന്നാമതായിട്ട് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് ഐബ്രോ, ഐ ലാഷസ് ആൻഡ് ഐലിഡ്സ്, കൺപീലികളുണ്ട്, കൺപോളകളുണ്ട്, അതുപോലെ തന്നെ പുരികമുണ്ട്. ഇതെല്ലാം തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ണിലേക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാനും, അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഐലിഡ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പ്രൊട്ടക്ഷൻ ആണ് കൺജങ്ടൈവ എന്ന് പറയുന്നത്. കൺജങ്ടൈവ കണ്ണിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു സബ് ലെയർ ആണ്.
അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനെ വിളിക്കുന്ന പേരാണ് മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം എന്ന് വിളിക്കും. ഇത് കണ്ണിന്റെ മുൻവശം എപ്പോഴും നനവുള്ളതാക്കി നിലനിർത്തും. ഡ്രൈനെസ് ഉണ്ടാവില്ല, എപ്പോഴും മോയിസ്റ്റ് കണ്ടീഷൻ ആയി. ദെൻ ഫോർത്ത് പോയിന്റ് ഹിയർ ആണ് കണ്ണുനീരാണ്. കണ്ണുനീരിലുള്ള എൻസൈമിന്റെ പേരാണ് ലൈസോസൈം. മൈക്രോ ഓർഗാനിസത്തിനെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനതിന് സാധിക്കും. മാത്രമല്ല കണ്ണിന്റെ മുൻവശം എപ്പോഴും മോയിസ്റ്റ് ഉള്ളതാക്കി നിലനിർത്തുന്നു, അല്ലെങ്കിൽ എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്ത് നിർത്തുന്നതെല്ലാം ഈ പറയുന്ന ടിയേഴ്സ് ആണ്. സോ ദീസ് ആർ ദ ഐ 5 പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് ഓഫ് ദ ഐ. ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഐയുടെ ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഐയുടെ പാർട്സിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഇതൊരു ഐയുടെ ഒരു സ്ട്രക്ചറാണ്. ഇറ്റ്സ് എ ക്രോസ് സ്ട്രക്ചർ ഓഫ് ദ ഐ, CS ഓഫ് ദ ഐ എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുക. ഇത് ഐയുടെ ഒരു ക്രോസ് സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐയുടെ ഏറ്റവും പുറമേ ആയിട്ട് യു കൻ സി 3 layers. ആ കണ്ണിന്റെ ഏറ്റവും പുറമേ ആയിട്ട് 3 പാളികളുണ്ട്. ദർ ആർ 3 layers. ആ ലെയേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ഏറ്റവും പുറമേ ഉള്ള ലെയർ ആണ് ഈ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ക്ലീറ എന്നാണ്. Okay, it is the outermost layer we called as sclera. Sclera എന്നാണ് outermost layer എന്ന് വിളിക്കുക. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് വിളിക്കും മലയാളത്തിൽ. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. ഓക്കെ, ദിസ് ഇസ് ദ outermost layer of the eye. അതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മളൊരു പച്ച കളറിൽ, ഇറ്റ് ഈസ് ഗ്രീൻ കളറിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെയർ ദിസ് ഇസ് കോൾഡ് കൊറോയിഡ്. സെക്കൻഡ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊറോയിഡ് എന്നാണ്. വി കോൾഡ് ആസ് രക്തപടലം. കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്ന് വിളിക്കും. ദെൻ ഏറ്റവും ഉള്ളിലായിട്ട് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഏറ്റവും ഉള്ളിലായിട്ടുള്ള പാളിയാണ്. ഇറ്റ്സ് കോൾഡ് റെറ്റിന, ദൃഷ്ടിപടലം.